ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം നമ്മളിന്നൊരു ട്രിപ്പ് പോകാൻ പോകണം ഗൈസ്. ആ ട്രിപ്പിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ നൈറ്റിൻ്റെ പ്ലാനിങ്ങിൽ സംഭവിച്ച ഒരു ട്രിപ്പാണ്. സോ നമ്മൾ പോകാൻ പോകണം. ഒരു വൺ ഡേ ട്രിപ്പാണ്. അത്ര വലിയ സെറ്റപ്പ് ട്രിപ്പൊന്നുമില്ല, വൺ ഡേ ട്രിപ്പാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ ഒറ്റ നൈറ്റ് കൊണ്ട് പ്ലാൻ ചെയ്ത് കാരണം കുറച്ച് ആൾക്കാരില്ല, എന്നാൽ കുറച്ച് ആൾക്കാരുണ്ട്. സോ നമ്മളിപ്പോൾ എന്തായാലും ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്തായാലും നേരെ പോയി മെട്രോ സ്റ്റേഷനിൽ പോകാം. മെട്രോ സ്റ്റേഷനിൽ പോയി അവിടെ മെട്രോ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാം. സോ ലെറ്റ്സ് ഗോ. ഐസ് അങ്ങനെ ഏകദേശം നമ്മൾ ആൾക്കാരെല്ലാം വെച്ചിട്ടുണ്ട്. അർജുനുണ്ട്, ഫൗമിയുണ്ട്, അജ്മലുണ്ട്, മുർഷിയുണ്ട്. ഇതെന്താണ് നിങ്ങൾ രണ്ടൊരു സെയിം ആ പിന്നെ ഇവർ രണ്ടുപേരും ഉണ്ട്. ഇൻട്രൊഡ്യൂസ് മായ. അത് കുഞ്ഞുമാവേനും സൂക്ഷിച്ചോണം അതിന്. ഓക്കെ, അപ്പോൾ ഇത്ര മിനിറ്റ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് മെട്രോ സ്റ്റേഷൻ 2 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. വാജിയുണ്ട്. വാജി പെട്ടെന്നായിരുന്നു. വാജി ഇന്നലെ കോഴിക്കോട് നിന്ന് രാത്രിക്ക് ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ബസ് കയറി പോകുന്നു തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇനി ഒരാളോട് നമുക്ക് മെട്രോ പിടിച്ച് പോകണം. മെട്രോ പിടിച്ച് 7:40 ട്രെയിനെ കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. അവരെ പിടിച്ച് വെച്ചാൽ സത്യം. അതാ ഞാൻ നോക്കി സ്റ്റേഡിയത്തിൽ ആരും ഇല്ലായിരുന്നു. സ്റ്റേഡിയത്തിൽ ആരും കൊണ്ട് അവരെ പിടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മൾ മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെട്രോയ്ക്ക് കയറി പോകാം. പക്ഷേ ആൾ ഇപ്പോൾ എത്തുമെന്ന് പറയുന്നത് കുറേ നേരമായി എത്തുന്നില്ല. പക്ഷേ എന്തിനാണോ എന്തോ വന്നിരുന്നതൊക്കെ തന്നെ മെട്രോ കയറി പോകണം. മെട്രോ കയറി പോയി സൗത്തിൽ ട്രെയിൻ പിടിച്ചാണ് പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നതല്ലേ? നമ്മൾ എങ്ങോട്ടാണ് അർജുനെ പോകുന്നത്? കുട്ടനാട്. അതായത് മൺസൂൺ ടൈമായപ്പോൾ നമുക്കൊരു ചെറിയ കുഞ്ഞൊരാഗ്രഹം. ഒറ്റ ഇത് പെട്ടെന്ന് വിളിച്ച് സെറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ നടന്ന് ഒരു രാത്രി 12 മണിക്കാണ് കൺഫർമേഷൻ കിട്ടിയത്, എല്ലാം സെറ്റായത്. സോ നമ്മൾ കുട്ടനാട്ടേക്ക് പോവുകയാണ്. എനിക്ക് ആദ്യമായിട്ടില്ല ഇവിടെ ആദ്യമായിട്ടാണ്. എനിക്കൊന്നും ഇതിനകത്തുള്ള ഒട്ടുമിക്ക പേരും ഫസ്റ്റ് ടൈമാണ് വരുന്നത്. ഞാൻ പിന്നെ അവിടെ ആണല്ലോ, ഡിഫറെൻറ്റ് കാര്യമില്ല. ഓക്കെ, നമ്മളിതിൽ ആൾ വരട്ടെ. ഇഡ്ഡലി കഫന്റെ അവിടെ ഉണ്ട്. ഇപ്പം എത്തും. സ്റ്റേഡിയത്തിൽ കയറി ഇപ്പം എത്തും. വേറൊന്നുമല്ല, നമുക്ക് ട്രെയിൻ ഒരെണ്ണം നമ്മളിപ്പോൾ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ മിസ്സായി. ബിക്കോസ് 7:30 മെട്രോ ഓപ്പൺ ആക്കിയത്. പിന്നെ ഓള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് ഇനിയിപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി ഇനിയിപ്പോൾ ഒരു 6 മിനിറ്റ് കൂടെ ഉണ്ട്. വെരി ഗുഡ്. അല്ലേലും അങ്ങനെയാണ്. ആടാ ഇപ്പൊ നടത്തിയതും പോരെ നടത്തണ്ടെന്ന്. പറഞ്ഞ നല്ല. ശരി, കണ്ണീർ. ഇനിയിപ്പോൾ അടുത്ത മെട്രോ വന്നിട്ട് നമുക്ക് അടുത്ത ട്രെയിൻ ചെയ്താണല്ലോ അതിന് കയറിപ്പോ. വല്ലാതെ നടക്കൂല. റൈഡിൽ പിടിച്ച് നമ്മൾ സൗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ട്രെയിൻ നമുക്ക് കിട്ടിയില്ല. സോ നമ്മൾ അടുത്ത ട്രെയിൻ പിടിക്കാൻ വിചാരിച്ചു. പ്ലാറ്റ്ഫോം നമ്പർ 3 ആണ്. അത് ലേറ്റ് ആയതുകൊണ്ട് അത് കിട്ടി, ഇല്ലെങ്കിൽ അതും കിട്ടില്ലായിരുന്നു. പിന്നെയും ലേറ്റ് ആയത്. എന്തായാലും പോയി നോക്കാം ഏതാ ട്രെയിൻ എന്നുള്ളത്. ബാക്കിൽ കേട്ടെ. വെയിറ്റിംഗ് ഫോർ ബാക്കിലർ വന്നിട്ട് നമ്മളെ ട്രെയിനിൽ കയറിയിട്ടൊക്കെ വരാം. ഓക്കെ, ഇവിടെ കുരുട്ടൊക്കെ കാണുന്ന പോലെ ഇവിടെ കാസർഗോഡ് കാര്യ. അത് തുറക്ക്. ഇത്ര നേരം വാദവരാതെ സംസാരിച്ചിരുന്നതാണ്, ഇപ്പോൾ സംസാരിക്കുന്നില്ല. സോ ഗൈസ്, നമ്മുടെ ട്രെയിൻ നമ്മൾ 8 മണിക്കൂർ നമ്മൾ മെമ്മുവിനാണ് പോകാൻ ആലോചിച്ചത്. 7:40 മെമ്മു. പക്ഷേ 7:50 7:55 പക്ഷെ അന്നിനും നമുക്ക് കിട്ടിയില്ല. സോ നമുക്ക് 8 മണിക്കൂർ ട്രെയിനുണ്ട്. ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ അത് ഇവിടുന്ന് 8 മണിക്കുള്ളതാണ്. പക്ഷെ അത് എന്തോ നമ്മളെ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മളുടെ എന്തോ ഇത് 8:30 ലേറ്റാണ് ഇപ്പം എത്താൻ പോകുന്നില്ല. അപ്പോൾ അതിന് കേട്ട് നമ്മൾ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ മാത്രമേ സ്റ്റോപ്പുള്ളൂ. സോ അവിടെ എത്തും. അവിടെ എത്തിയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ പുന്നമ്മയുടെ ഫിനിഷിംഗ് പോയിന്റാണ് നമ്മുടെ ചെക്കിങ് വരുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോവാം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ട്രെയിൻ. ഒരു നീണ്ട യാത്രയല്ല, ഒരു 1.5 hour യാത്രയ്ക്ക് ശേഷം നമ്മൾ ആലപ്പുഴ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാം. വിശന്നിട്ട് വയറ് തള്ളക്കിളിക്കുന്നുണ്ട്. ആഹാ, നല്ല മഴക്കാരൊക്കെ വെച്ച് വരുന്നുണ്ട്. അതിനൊക്കെ വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ അഞ്ചുക്ക്? വിശക്കുന്നുണ്ടോ? പിന്നല്ലാതെ നല്ല വിശക്കുന്നുണ്ട്. ആണോ? അർജുന വിശക്കുന്നുണ്ട്.
കപ്പിൾ ഗോൾസ് വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ? വിശക്കുന്നുണ്ടോ ഹോമി? എല്ലാവർക്കും വിശക്കുണ്ടോ? പിന്നെ നമുക്ക് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. അവിടെ കോഫി ഹൗസിൽ പോകണോ അതോ നോർമൽ റൂമിൽ കഴിയാ? ഇന്ത്യൻ കോഫി ഹൗസിൽ പോകണോ? എന്നാൽ ഇന്ത്യൻ കോഫി ഹൗസിൽ പോവാം. ഞങ്ങൾ നേരെ ബസ് പിടിച്ച് നേരെ KSRTC സ്റ്റാൻഡിലേക്ക് പോവാം. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ ബോട്ടിലേക്ക് കയറാം. ബോട്ടിന് ആൾക്കാരൊന്ന് വിളിക്കണം ഫസ്റ്റ്. റെയിൽവേ സ്റ്റേഷനൊക്കെ എന്ത് സെറ്റപ്പായി, ഭയങ്കര ക്ലീൻനെസ്. ബാക്കിയോട് വരുമ്പോഴത്തേക്കും വൻ സെറ്റാവുന്നത്. ആ കൊള്ളാം, നൈസ്. നമ്മളോടത്ത് KSRTC നമ്മളോടത്ത് പ്രൈവറ്റ് ബസ് ഇവിടെ സ്റ്റാൻഡിലേക്ക് സാധാരണ വരുമല്ലോ. സ്റ്റാൻഡിൽ വന്നിട്ട് ഇവിടുന്ന് ആളെടുത്തിന് പോകും. അതും പറഞ്ഞിരിക്കരുത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങോട്ടേക്ക് വരത്തില്ല. ഇവിടെ നിന്ന് റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ, ബാക്കിൽ റോഡ് പണിയും കാര്യങ്ങൾ നടക്കാണ്ട് ഇങ്ങോട്ട് വരത്തില്ല. നമുക്കവിടെ റെയിൽവേ ക്രോസിനില്ല, റെയിൽവേ ക്രോസിന് അവിടെ പോയി നിന്നിട്ട് വേണം പോകാനായിട്ട്. സോ തിരിച്ചു നടക്കാം. നല്ല വെയിൽ. ഇവിടെ നിന്ന് കഴിക്കണോ? കഴിക്കാൻ എനിക്ക് ചെയ്യുന്നില്ല. ലൈറ്റ് ഉണ്ടെന്ന് കഴിച്ചാൽ നമുക്ക് ഉച്ചയ്ക്ക് നല്ല ഫുഡുള്ളതാണ്. എന്നാ പകരിക്കോ? അത് അപ്പുറത്ത് കയറണോ? അപ്പുറത്ത് കുറച്ച് ഉണ്ട്. അപ്പുറത്ത് കയറാ. അപ്പുറത്ത് കയറാം. ഞാൻ കോഫി ഹൗസിൽ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നത്. ഇനിയിപ്പോൾ കുഴപ്പമില്ല, ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോവാം. എല്ലാവർക്കും നല്ലൊരു വിശക്കുന്നുണ്ട്, എനിക്കും വിശക്കുന്നുണ്ട്. സോ കഴിച്ചിട്ട് പോവാം. നമ്മൾ അവിടെ വരെ എത്താനുള്ള ത്രാണിയില്ലാത്ത കാരണം എന്ത് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ അടുത്ത് തന്നെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ഹോട്ടലിൽ കയറി. ഞാൻ ഓർഡർ ചെയ്തത് അപ്പം വെജിറ്റബിൾ കറി. പിന്നെ ഇവരെല്ലാവരും പൊറോട്ട ഓർഡർ ചെയ്ത്. എല്ലാവരും പൊറോട്ട, ബാക്കി എല്ലാവരും പൊറോട്ട, മുട്ടക്കറി, സംഭവമൊക്കെ. വലിയ ഗുണത്തിൻ്റെ ഫുഡിൽ എന്നാലും ജസ്റ്റ് വിശപ്പടക്കാൻ വേണ്ടി കഴിക്കുന്നത്. നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. കൊള്ളായിരുന്നു, അത്യാവശ്യം ഓക്കെ ഫീൽ. അത്ര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഫുഡൊക്കെ ഇല്ല, അത്രയൊക്കെ നല്ലതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. 510 രൂപ ഫുഡിന്. ഇപ്പം നമ്മൾ മൊത്തം എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ ട്രെയിൻ ടിക്കറ്റ്, മെട്രോ, ട്രെയിൻ ടിക്കറ്റ്, ഫുഡ് എല്ലാം ടോട്ടൽ നമ്മുടെ എക്സ്പെൻസ് ആയിരിക്കണം 2035 റുപ്പീസാണ് എക്സ്പെൻസ് ആയിരിക്കണം. വാ നൈസ്. അത്രയായിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബസ് വരത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ പോയി ബസ് പിടിച്ചിട്ട് നേരെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമുക്ക് ഓട്ടോ ഓടിച്ച് പോവാം. അതായിരിക്കും നല്ലത്. 9 ആൾക്കാർക്കാണ് 2000 രൂപ. ആ സ്പ്ലിറ്റ് വരുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഏതെങ്കിലും ചെറിയൊരു എമൗണ്ടേ ആകത്തുള്ളൂ. പിന്നെ നമുക്ക് ബസ് പിടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോകാം. 11 നിരക്കാണ് ആണ് ബോട്ട് വരുന്നത്. ഫിനിഷിംഗ് പോയിന്റാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ. ഓക്കെ, നമുക്ക് വേണ്ടി മാത്രമേ പ്രൈവറ്റ് ബസ് ഇറക്കിയില്ലടാ. നമുക്ക് വേണ്ടി മാത്രമേ പ്രൈവറ്റ് ബസ് നയിക്കുന്ന പിടിച്ചോ. നമുക്ക് വേണ്ടി മാത്രം ഒരു പ്രൈവറ്റ് ബസ് ഇറക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ 9 പേര് മാത്രമേ വരുന്നത്. നൈസ്. അത് കൊള്ളാം, നല്ല ഫ്രെയിം. ആരോ ഫോണിൽ റിംഗ് അടിച്ചിട്ട് ഇപ്പോൾ പാട്ട് വരും. അതിന് മുമ്പ് ഞാൻ കട്ടിയാട്ടെ. ഇനി നമുക്ക് മുല്ലൊക്കെ എത്തിയിട്ട് കാണാം. ഓരോ നടക്കണം നോക്കിയാൽ വെയിലായ മഴ ഉണ്ടാകുന്ന പ്രതീക്ഷ വന്നാൽ ഒടുക്കത്തെ വെയിൽ, കത്തിക്കരിച്ചു കൊണ്ട് വെയിൽ. എല്ലാവരും ഒരു കുടക്കീൽ. ഇതാണ് ഒരു കുടക്കീൽ, ഒരു കുടക്കീൽ എല്ലാവരും. അത് ഒരു ഷോളും കീഴ്. മുർഷി മാസ് ആർക്കാ? ആരുടെ? അജ്മലിക്കല്ലേ? മുർഷി മാസ്, മുർഷി മാസ്. പറഞ്ഞ പോലല്ലോ കേട്ടോ. നല്ല വെയിലുണ്ട്, നല്ല കത്തണ വെയിൽ. മഴ മാറിയപ്പോഴത്തേക്ക് കൊടുക്കത്തെ കത്തണ വെയിൽ. ഇനി നമ്മളിപ്പം ഇവിടെ പുല്ലക്കിൽ ആ സൈഡിലൊക്കെ മൊത്തം പാലം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അപ്പുറ സൈഡിൽ ചെന്നിട്ട് ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാൻ, ഇല്ലെങ്കിൽ കരിഞ്ചു പോവും. കുട വാങ്ങിച്ച ഇപ്പൊ കൊള്ളാടേ കൊള്ള വെയിൽ കൊള്ളായിരിക്കാൻ വേണ്ടി. ഇത്ര പേര് കുട പിടിച്ചു പോകുമ്പോ ഒറ്റയ്ക്ക് മൈൻഡിൽ പോകുന്നുണ്ടോ? ഇതാണ് കുട്ടി. സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടാ. അതാ സൺസ്ക്രീം ഒന്ന് ഏകത്തിൽ ഈ വെയില് നോക്ക്. വെയില് കണ്ടോ? ആകെ കിട്ടുന്ന 2 മണിക്കൂറാണ്. എവിടെ 2 മണിക്കൂർ ആകെ കിട്ടുള്ളൂ. എന്തിനാ കിട്ടത്തുള്ളൂ? ഇയാൾ ഇട്ടാന്നിട്ട് അജ്മലക്കൊക്കെ ഇപ്പൊ സൺസ്ക്രീനൊന്നും ആവശ്യമില്ല. അജ്മലൊക്കെ സെറ്റ് ആയില്ലേ. അജ്മലക്ക് സൗന്ദര്യത്തിനൊന്നും കാര്യമില്ല. നമ്മൾ പോട്ടെ. എങ്ങനെയാണ് ഓട്ടോ എടുക്കട്ടെ? വെയിൽ പറ്റില്ല, കത്തിപ്പോണ്. 2 ഓട്ടോ എന്തായാലും വിളിക്കണ്ടേ? 9 പേരില്ലേ, ഉറപ്പായിട്ട് 2 ഓട്ടോ വിളിക്കണ്ടേ? ഒരു ലോഡ് ആൾക്കാരുണ്ട്. ബ്യൂട്ടിഫുൾ. നമ്മളെ പൗഡർ സൺസ്ക്രീൻ ഇപ്പൊ പെയ്യോ. അതാണ് ഇത്ര ചൂട്. നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ പോട്ടെ. ആലപ്പുഴ കഴിഞ്ഞ ദിവസം പിന്നെ ആലപ്പുഴ മഴയോട് മഴയായിരുന്നു. എറണാകുളത്തൊക്കെ പെയ്യായിരുന്നു. ഇവിടെ മുട്ടൻ മഴയായിരുന്നു ഇന്നലെ വരെ. നമ്മൾ വന്ന
മഴയില്ലേ? ഇന്നലെ പെയ്തില്ലത്ര. ഓക്കെ. തിരിച്ചും വീട്. എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞോ പത്താരൊക്കെ നമ്മളെ കൈകാട്ടി പിടിക്കുന്നു. ചേട്ടാ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? നമുക്ക് ഓൾറെഡി വൺ സെറ്റപ്പ് ക്യാമറ ചെയ്യണോ? ബോംബെ അവിടെ ആരും മിണ്ടില്ല. വെൽക്കം ടു പൊന്നമടക്കായ. അവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ട പോയി വാങ്ങിച്ചിട്ട് പോയി. ഞാനും അർജുനും ഇപ്പോൾ ഒരു ചെറിയ ഇൻട്രോ എടുത്തില്ല. പടാ നമുക്കൊരു സെറ്റ് എടുക്കുക. അമ്മേ മഴ പെയ്യും എന്ന ചെറിയൊരു ഡൗട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറിയ തണുത്ത കാലാവസ്ഥ, മൂടിക്കെട്ടിയ അന്തരീക്ഷം, നല്ലൊരു വെതറായിരിക്കും. അതാണ് സെറ്റ്. അത് നൈസായിരിക്കും. പക്ഷെ മഴ പെയ്യണം, അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഏറ്റവും വലിയ ആഗ്രഹം പെയ്താൽ മതിയായിരുന്നു. നോക്കാം. അല്ലടാ പെയ്യോടാ മഴ? നിൻ്റെ ഫസ്റ്റ് ടൈം അല്ലേ ഹൗസ് ബോട്ട്? അല്ലല്ലേ? വേറെ ആരുടെ നമ്മൾ ഫസ്റ്റ് ടൈം അല്ല. പൗമിയുടെയും മുർഷിയുടെയും ഫസ്റ്റാണ്, വാജിയുടെ ഫസ്റ്റാണ്, മറ്റേ മായയുടെ അനുവിൻ്റെ ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ സോളോ സ്റ്റേജ് നമുക്ക് ചെറിയ ഇൻട്രൊഡക്ഷൻ എടുക്കാം. ആ ഇൻട്രൊഡക്ഷൻ എടുത്തിട്ട് നമുക്ക് പിന്നെ ബ്ലോഗ് കണ്ടിന്യൂ ചെയ്യാം. എന്തോ ഫസ്റ്റ് ടൈം അല്ലേ ഹൗസ് ബോട്ടിൽ? നമ്മളെ പൊന്നാനി കർമ്മയിലുണ്ട് ഓൾറെഡി, പക്ഷെ ഇങ്ങനെയുള്ള ഒരു ബോട്ടിൽ ആദ്യമായിട്ടാണ്. അതാ പറഞ്ഞ ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞു. വലത് കാലം വെച്ച് വേണം കയറാവേ. കേറാ ഇങ്ങനെ ഫസ്റ്റ് ടൈം അല്ലേ? ഓള് ഫസ്റ്റ് ടൈം അല്ലേ? വലത് കാലം വെച്ച് വേണം കയറാനേ. സീരിയസ് ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ കയറാൻ പറ്റത്തില്ല, ഇല്ലെങ്കിൽ അത് കോപിക്കും അല്ലേ? അതാണ്, ഇല്ലെങ്കിൽ അത് കോപിക്കും, ഭയങ്കര പ്രശ്നം, ശരിയാവില്ല. ബോട്ടിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇൻട്രോ എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ മഴ പ്രതീക്ഷിച്ചാവുന്നത്. മഴ പ്രതീക്ഷിച്ച് മഴയെന്നുള്ള സാധനമില്ല, കൊടുക്കത്തെ വെയിൽ കത്തണ് നിന്ന് തെക്കും തിരക്കൽ. എന്തോരം ബോട്ടാണ് ഡേ ബൈ ഡേ കൂടി വരുന്നത്. നമ്മളെന്തായാലും ബോട്ട് വരാൻ വേണ്ടി ബോട്ടിൽ എത്താൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്തുമ്പോഴത്തേക്ക് വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ നേരെ കയറി പോകും. ഇങ്ങനെ അത് പിടിച്ച അനുവിനും മയൊന്നും തിരിഞ്ഞു പോവല്ലേ ഇങ്ങനെ ക്യാമറ ചെയ്യണം. ഈ ഇതുപോലത്തെ ഹൗസ് ബോട്ട് കയറിയിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? റൂമില്ല. അത് അപ്പൊ അതിനെങ്ങനെ ആരാ ഹൗസ് ബോട്ട്? ഞാൻ ഹൗസ് ബോട്ടും ഹൗസ് ബോട്ട് റൂമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് 3 ബെഡ്റൂമിന്റെ ആണ് വരുന്നതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും, ബെഡ്റൂമൊക്കെ ഉണ്ട്. അയ്യോ പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താടാ അറിയില്ല. അതെന്താ? മറ്റേത് മുടി അവിടെ മുംബൈയിലെ അധോലോകമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ് കേട്ടാ. ചെറിയ ആളൊന്നുമില്ല, നമ്മൾ വിചാരിക്കുമ്പോഴൊന്നുമില്ല. എങ്ങനത്തെ? അത് വല്ല ചിക്കാര വെള്ളം ബോട്ടിൽ വെള്ളം പറയുന്നത് രണ്ട് ടൈപ്പാണ്. എനിക്ക് അർജുന ഇടുന്നടാ, എനിക്ക് ചിരി ഇത്രയും പ്രതീക്ഷിച്ചില്ല. അല്ല അതല്ല, പിന്നെ എനിക്ക് ചിരിയാന. ബാക്കിയുള്ള സകല ബോട്ടുകൾ നിറച്ച ആൾക്കാർ, നമ്മൾക്ക് 9 പേരും. നിങ്ങൾ തന്നെ നോക്കുക, വരട്ടെ വരപ്പേ കാണിച്ചു തരാം. അതന്നെ അതിന് കൈ കാണിച്ചിട്ടില്ലേ? അയ്യോ നമ്മൾ 9 പേരും ഒരു ബോട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഒരു സാധനം വരുന്നുണ്ട് അവിടുന്ന്. ആ സാധനം വരുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്ര സൂചി എടുക്കണ്ടാ. ഒരു സാധനം വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ അവസ്ഥ എന്നുള്ളത്. 15 പേരൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം, പക്ഷെ ഒന്നും നടന്നില്ല. ഒറ്റ രാത്രിയുടെ പ്ലാൻ അല്ലായിരുന്നോ? ഒന്നും നടന്നില്ല. അയ്യോ ആണ്ടേ ഹൈസ് ഇതാ വരുന്ന സാധനം കണ്ടോ? ഡബിൾ ഡെക്കർ അത് ഞാൻ കണ്ടടാ. അത് സീൻ ചെയ്ത് ഞാൻ നോക്ക്. ഇതാ വരുന്ന സാധനമാണ് നമുക്ക് പോകാനുള്ള ബോട്ട്. അത്ര വലിയ ബോട്ടുണ്ട്. നമ്മൾ 9 പേര്. 10 പേരുണ്ടായിരുന്നു. അവസാന നിമിഷം ഒരാൾ കൂടി പറഞ്ഞു ചാടിക്കറാ, കയറി എല്ലാം കയറി. നീ അവർ കയറുന്നതിന് പോർട്രേറ്റ്. ഇത്രയും വലിയ ബോട്ടിനകത്ത് നമ്മൾ മാത്രം. അയ്യോ വലത് കാലം വെച്ച് കയറാം. സൈഡിലോട്ടൊക്കെ പോയല്ലേ അമ്മേ. എല്ലാം സെറ്റായില്ല. എനിക്ക് വായിക്കുന്നുണ്ടാവുന്ന നമ്മള് അവിടെ 9 പേര് അധിക ചാത്തിൻ്റെ ബോട്ട്. അമ്മേ ഇത് മതി സെറ്റ്. ഇത്രയും പേര് കറക്റ്റോ? പക്ഷെ കുറച്ച് വളരെ വൈബാക്കായിരുന്നു കുറച്ച് അല്ലേ? ഓട്ടെ സാരമില്ല. മുഹമ്മദ് എന്ത് പറ്റിയോടാ? നമുക്ക് സിറ്റുവേഷൻ അങ്ങനെ ആയി പോയില്ലേ, മാറാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയില്ലേ? ഇവിടെ നമുക്ക് റൂമൊന്ന് കണ്ടിട്ട് വരാം. പക്ഷേ പിടിച്ചാ പിടിച്ചു
ഓ റൂമ് കാണാൻ പോകുന്ന പറയുമ്പോൾ അജ്മൽ ഫസ്റ്റ് ആണ്. ചെരുപ്പൂരിട് അജ്മലിക്കൊക്കെ റൂം കണ്ടപ്പോഴത്തേക്ക് വിഷമം. എടാ അജു നീ പോലെ ഞാൻ നടന്നു വരുന്നതിന്റെ ചെറിയ ഷൂട്ടില്ല പൊക്കം. ആ അർജുൻ നീ വാ, അടുക്കളയാ ബോളിലേക്ക് പോകണം. വാ നീ വാ. ബോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ പുന്നമ്പട ഇപ്പൊ തിരിച്ചിട്ട് അവര് സത്യം അവരുടെ കിളി പോയി ശരിക്കും കിളി പോയിട്ടുണ്ട് അവരുടെ എല്ലാത്തില്. നമുക്ക് ചെറിയ റീൽ ഷൂട്ട് ഉണ്ടോ ഷൂട്ട് ചെയ്തിട്ട് വരാ. അർജു വാ നോക്കാം വാ നമുക്ക് റൂം നോക്കാം വാ. എന്റെ പൊന്നെ ഇത് നമ്മള് സത്യം പറ ഇത് 15 പേര് കൂടെ ഉണ്ടെങ്കിൽ പൊളിക്കാൻ അന്യായ പൊളി വിളിക്കായിരുന്നു. പക്ഷെ അത്രയും റൂമും താഴത്തെ 3 റൂം ഞാൻ റൂം കാണിച്ചു തരാം. ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ലെവൽ. അതല്ലല്ലോ അങ്ങനെ ജിജോപ്രോ എനിക്ക് പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിച്ചാണ് ഇത്ര നല്ല കിടിലായിരിക്കും. നോക്കി ഇത് ഇതാണ് ഹൈലൈറ്റ് സാധനം. നിങ്ങൾ നോക്കിയേ ഇവിടെ ഇരുന്ന് കാര്യങ്ങളാടാ. നോക്കി ഷിപ്പിനൊക്കെ പോകാൻ പോയിട്ടില്ലടാ. ആ ഇവിടെ ഇത്ര ഇതിൽ ഞാൻ ആദ്യമായിട്ടാണ് പോണത്. ഇങ്ങനെ ഇത് പോണത് സെറ്റ് സാധനം. ബാത്റൂം കാട്ടറ ആരാടാ പാട്ടിട്ടത്. ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വൺ സെറ്റപ്പ്. ഷവർ കിടിലേ ഒന്നും പറയാനില്ല. നമുക്ക് താഴത്തെ റൂം 3 റൂം ഉണ്ട്. താഴത്തെ റൂമിൽ ഏകദേശം സെയിം ആയിട്ടാണ് വരുന്നത്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതും അതുപോലെയൊക്കെ തന്നെ അതും കുറച്ചുകൂടെ ആ ബാൽക്കണി ഇതായിട്ട് വരുന്നത്. ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട്. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ബാത്റൂം പക്ഷേ ഇതിൻ്റെ ഈ സൈഡിലാണ്. ബാത്റൂം വരുന്നത് ഈ സൈഡിലാണ്. അല്ല ഇത് കുറച്ച് സ്പേസ് ആണ് പറഞ്ഞത് ബാത്റൂമിന്. ഇതിങ്ങനെ വരുന്നുണ്ട്. ഇതും സെയിം കർട്ടൻ തുറക്കുമ്പോഴത്തേക്കും എന്താ പറയുക എന്താ കർട്ടൻ തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഹായ് ഹലോ. ഇനി നമുക്ക് മുകളിലൊരു റൂമുണ്ട്. മുകളിൽ ഇച്ചിരി കുറച്ചൊരു വ്യത്യാസമാണ്. ഒരു ആജ് ടൈപ്പാന്ന് പറഞ്ഞത്. പക്ഷെ ഇതിനകത്ത് കയറിയപ്പോൾ തന്നെ ഫുഡിൻ്റെ സ്മെല്ലടിച്ചിട്ട് രക്ഷയില്ല. രക്ഷയില്ല. ഇത് ഇവിടെ ഒരു റൂം മൊത്തം ടോട്ടലി താഴത്തെ നിലയിൽ വരുമ്പോഴത്തേക്കും ടോട്ടലി 3 റൂമാണ് വരുന്നത്. സീരിയസ്ലി പറയാൻ ഞാൻ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് വരുമ്പോഴത്തേക്കും പൊളിക്കാൻ അന്യായ പൊളിക്കാൻ പറ്റിയ ഇതുണ്ട്. കാരണം ഇങ്ങനെ വരുമ്പോഴത്തേക്കും നേരെ മുകളിലേക്ക് പോകണം. മുകളിലേക്ക് പോയി ഇവിടെ ചെറിയൊരു ഒരു ബാൽക്കണി സെറ്റപ്പ് പോലെ ഉണ്ട്. ചെറിയ ബാൽക്കണി നമുക്ക് ഫ്രണ്ട്സിനെ കൊണ്ട് ചില്ലടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. നൈസായിരിക്കും. ഇവിടെ ഇങ്ങനെ നല്ലൊരു വ്യൂ. ഇതിൻ്റെ ബാക്ക് പോർഷനാണ് വരുന്നത്. ഫ്രണ്ട് പോർഷൻ അപ്പുറത്താണ്. ചെന്നൈരാണല്ല ഫ്രണ്ട് പോർഷൻ ഫ്രണ്ടിലല്ലേ വരുന്നത്. ഇവിടെ നിങ്ങളുടെ വരുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ. ഇവിടെ അടുത്തൊരു റൂം. ഇതൊരു അതന്നെ ഞാൻ പറഞ്ഞ ഒരു ആർച്ച് ടൈപ്പ് സെറ്റപ്പ്. ഒരു കപ്പിൾസ് ഫ്രണ്ട്ലി ഉണ്ട്. കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂം പോലെ എനിക്ക് തോന്നുന്നത്. കപ്പിൾസൊക്കെ ഹണിമൂണൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു പൈറ്റിയ റൂം. ഇവിടെ അതുപോലെ തന്നെ AC ഉണ്ട്. അശ്വശ് AC ആണല്ലോ. AC ഉണ്ട്. ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട്. ബാൽക്കണിക്ക് ഇരുന്നതൊക്കെ നിങ്ങൾക്ക് പറയാം, കാര്യങ്ങൾ പറയാം. ഇവിടെ നിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബാത്റൂം വരുന്നത്. ബാത്റൂമിൽ ഒരു ബാൽക്കണി ഉണ്ട്. ഷവറും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ള പോലെ ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൊണ്ട് അപ്പോൾ ഈ റൂം മുകളിൽ ഒറ്റ റൂമുകളൊന്നും അല്ല 2 റൂമുണ്ട്. മൊത്തം 5 ബെഡ്റൂം. സീരിയസ്ലി 5 ബെഡ്റൂംസ്. ഇതിനകത്താരാ പാട്ട് ഓഫ് ചെയ്യടാ. പൗസ് വെക്കടാ. കോപ്പിറൈറ്റ് അടിക്കും. കുറച്ച് കഴിഞ്ഞ് എടുക്കാം. ഉണ്ടതേ ഇവിടെ പാട്ട് വെക്കുന്ന ബോക്സ്. അത് തന്നെ വൺ സെറ്റപ്പ്. അവരെല്ലാവരും സെറ്റിലായി. എല്ലാവരും പല വഴിക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട്. 35 ദിവസമായിരുന്നു വെൽക്കം ഡ്രിങ്ക്. അതെടുക്കാൻ അവർ എല്ലാവരും കൂടി ചേർത്ത്. പിന്നെ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബാൽക്കണി. ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി. ഇതിങ്ങനെ ഇതിന്റെ ഫ്രണ്ട് വശം. നൈസ്. പക്ഷെ നമ്മള് കുറച്ചുപേരോട് വേണമായിരുന്നില്ലടാ. ഓക്കെ ഇത് സെറ്റപ്പ് കൊള്ളാം. ഇത് നൈസ് വൈബായിട്ടുണ്ട്. സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഞാൻ വെൽക്കം ഡ്രിങ്കെ കുടിച്ചിട്ട് ദാഹിച്ചിട്ട് പോയാ. ക്യാമറ അർജുന് ഓരോ സ്പേസ് ഒരു കറക്റ്റായിട്ട് നല്ല പക്ക ഇതില് എന്താ പറയാ മറ്റേ ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്ര നേരത്തെ നിങ്ങൾക്ക് വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല. ഈ റിസോർട്ട് വരുന്നത് അത് ഞാൻ കാണിച്ചടാ. നമുക്ക് വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മുകളിലത്തെ ഏരിയ വരുന്നത്. പൈനാപ്പിളും വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ജ്യൂസാന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ ഇവിടെ തന്നെ ഡൈനിങ് ഏരിയ ഫുൾ സ്പേസിലുണ്ട്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ കയറി വരുമ്പോഴത്തേക്കും
ഇതാണ് സാധനം. ഒരു ഈവനിങ് ടൈം മഴയും കൂടെ ഉണ്ടായിരുന്നു. ഇത് നേരെ മഴ വീണായിരുന്നു, അന്നേരം ആ ഒരു വൈബ് കിട്ടത്തില്ലായിരുന്നു. കിട്ടു ഫീൽ പ്രശ്നമില്ല. നമുക്കൊരു ക്യാരം ബോർഡ് ഉണ്ടല്ലോ, വന്നപ്പോൾ തന്നെ അജ്മലക്കൻ ടീം എല്ലാവരും നമ്മൾ ക്യാരം ബോർഡ് കളിക്കാൻ തീരുമാനിച്ചു. അവിടെ കുറച്ച് ഇവിടെ ഒരാളുടെ ഫോണെ കുത്തി എന്തൊക്കെ കാണിച്ചോണ്ടിരിപ്പുണ്ട്. മായ ഇങ്ങനെ എങ്ങനെയുണ്ട്? അടിപൊളി. നീ ഇത്ര പ്രതീക്ഷിച്ചായിരുന്ന? മറ്റേ ഏതോ വള്ളത്തെ പോയിട്ട് ഹൗസ് ബോട്ടാന്ന് പറഞ്ഞല്ലേ? അല്ലേ? അവൾക്ക് ചമ്മലാണ്. വാവ്, ഇത് നല്ല പരിചയമുള്ള ജെട്ടിയാണ്. വാവ്, നൈസ്. പക്ഷെ മഴ വേണം. ആ നൈസ്. തെക്കേ പാട. എനിക്ക് പരിചയമുള്ള ജെട്ടി ഉണ്ട്. ഞാൻ അന്ന് പെങ്ങളുടെ വീട്ടിലോട്ട് പോയ ഏരിയ ആണ് തോന്നുന്നത്. ആ ഏരിയ എന്നടാ? ഓ, ഭയങ്കര കളി കാണുന്നത് വയൻ സെറ്റപ്പാണെന്ന്. ആ, അപ്പുറത്തൊക്കെ നിറച്ച ആൾക്കാർ. അവർ നോക്കുമ്പോൾ ഇതിനകത്ത് ആരുമില്ല. പക്ഷെ ചൂടാണെന്ന് വെച്ചാൽ ഇപ്പം വലിയ ചൂടൊന്നും കാണുന്നില്ല. നൈസായിട്ടൊരു ഇതേ ഉള്ളു. SN പൊടിച്ചെട്ടിയാണിത്. അതല്ല, ഞാൻ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വഴിയാൻ നടന്നത്. അതല്ല, കൊള്ളാം, നൈസ്. ആരുടെ കൂണ് കൊള്ളാം. നമ്മൾ കുറച്ചൊരു എൻജോയ് ചെയ്ത് കയറട്ടെ. നൈസൊരു ഉച്ച സമയപ്പത്തേക്കുള്ള ഇതൊന്ന് വ്യൂ ഒന്ന് നോക്കി. പിന്നെ വേറെ ലെവല്. പക്ഷേ മഴ അതാണ്. പക്ഷെ എവിടുന്നോ മഴക്കാർ വെച്ച് വരുന്നുണ്ട്. ഒരു തണുത്ത കാര്യം അടിച്ചടിച്ചിട്ട് എവിടുന്നോ വരുന്നുണ്ട് ഇങ്ങനെ നൈസായിട്ട്. നേരത്തെ റൂം അടച്ചിട്ടിരിക്കുന്നേ. എടാ, അജ്മലെ ലോക്ക് ഇട്ടിരിക്കണ്ട. അജ്മലെ ലോക്ക് ഇട്ടിരിക്കേ. ഇവൻ എന്തോ മനസ്സ്. ഇവന് മറ്റേതാന്ന് തോന്നുന്നു. ഇവന് ഒറ്റക്കിനും തലേനെ കെട്ടി പിടിച്ച് കിടക്കുന്നു. അജ്മലെ അജ്മലൊക്കെ എന്തായാലും അങ്ങനെ കാണിക്കുന്നത് മനസ്സിലാവില്ല. എന്തിനാണെന്നുള്ളത് എന്തിനാ അങ്ങനെ കാണിച്ചത്? ആ റൂം അടച്ചിട്ടിരിക്കുന്നത് എന്തുപറ്റി? എവിടെ? എടാ, നീ എന്തിനാണ് റൂം അടച്ചിട്ടിരിക്കണേ? എന്തിനാണ് നീ റൂം അടച്ചിട്ടിരിക്കണേ? നിന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? നീ ആരെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ അവിടെ? അങ്ങനെ പിന്നെ എന്താ നീ റൂം അടച്ചിട്ടിരിക്കണേ? നീ കമ്മിറ്റഡ് ആണോ? പിന്നെ എന്തിനാ നീ റൂം അടച്ചിട്ടിരിക്കണേ? വെറുതെ ആരും കേറണ്ട. ആര് കേറാൻ? അതല്ലല്ലോ വന്നേ. അല്ല, അടച്ചിട്ടില്ലല്ലോ. നീ വാ, മുകളിലത്തെ റൂം കണ്ടിട്ട് നീ ഇന്നെ വിടത്തില്ല. വാ, കഞ്ഞൂളം കുടിക്കാൻ വേണ്ടി നിർത്തിയല്ല. എന്താ വെച്ചോ? അവിടെ ഇല്ലായിരുന്നാ? ആണോ? അതാ ഞങ്ങൾ ഓക്കെ. ലേശം അവിടെ കയറാൻ പറ്റില്ല, കാറ്റ് അഴിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ കയറാൻ ഈ അണഞ്ഞിരിക്കരുത് കേട്ടോ, ശരിയാവില്ല. വാജിക, നിങ്ങളൊരു സംഭവം പറഞ്ഞാ ആ മുകളിലത്തെ റൂമില്ലേ പൂട്ടിയിട്ടിരിക്കുന്നത്? ഇവന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാ? അതില്ല. ആ, അതിനകത്ത് എന്താ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അവര്. നിനക്ക് എന്താടാ? ആ റൂം അല്ല, ഇവന്റെ കൂടെ പെണ്ണില്ല. ഇവൻ കമ്മിറ്റഡ് അല്ല, അവൻ സിംഗിൾ ആണ്. പറയാൻ പറ്റില്ല. നമ്മളറിയാണ്ട് നീ ആരെങ്കിലും ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടാ? നീ തുറന്ന് ആ റൂം തുറക്കണ്ട. നീ പോകുന്നത് തുറക്കടാ. അതിനുള്ള ആരുമില്ല. നീ തുറന്നിട്ടേ പോകുന്നത്. നീ തുറക്കടാ. എടാ അർജുൻ, അജ്മൽ എന്തോ ഉടായ്പ ഒപ്പിച്ചിട്ടുണ്ടോ ആ റൂമിൽ? ഏതോ അതല്ലല്ലോ. ആ, അതല്ലല്ലോ. തുറക്കടാ. ഇത് കണ്ടോ പൂട്ടിട്ടിരിക്കുന്നത്? അതെ, നീ അവിടെ താഴെ പൂട്ടി കഴിയണ പോ. നിനക്ക് എന്താണ് തുറക്കാത്? റൂം പൂട്ടിട്ടിരിക്കണത്. ചാവി തല്ലേ? അയ്യോ, താക്കോലില്ലല്ലോ. ആ, എവിടെ ആരടാ വിളിപ്പിച്ചിരിക്കുന്നത്? രാജിട്ടാ ആരാടാ വിളിപ്പിച്ചിരിക്കുന്നത്? ഇതിനകത്ത് ആരാടാ വിളിപ്പിച്ചിരിക്കുന്നത്? ആരും ഇല്ലല്ലോ. പിന്നെ നീ എന്തിനാ അടച്ചിട്ടിരിക്കുന്നത്? അജ്മലെ, നീ ഒറ്റയ്ക്ക് ഇരുന്നുണ്ട്. അയ്യോ, ഒന്നുമില്ല. നമ്മളവിടെ ഇച്ചിരി കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്താന്ന് വെച്ചാണ്. പക്ഷെ അവിടെ അടുപ്പിക്കാൻ പറ്റില്ല, ഭയങ്കര കാറ്റായിരുന്നു. അടുപ്പിക്കാൻ പറ്റില്ല, നമ്മൾ തിരിച്ചു പോകും. അതാണ് നമ്മൾ പെട്ടെന്ന് ചാടി ഇറങ്ങിയത്. നൈസാണ് കേട്ടോ. സത്യം പറയാൻ കുറച്ചുകൂടി ആൾക്കാരുണ്ടായിരുന്നു, ഈ വൈബാക്കായിരുന്നു. പക്ഷെ നമ്മൾ ഉള്ളവരെ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. നൈസാണ്. നല്ല പരിചയമുള്ള വഴി. കഴിഞ്ഞ ദിവസം വണ്ടി ഓടിച്ച് വഴിതെറ്റി കിടന്ന് ഇറങ്ങിയ വഴി. വേറെ ഒന്നുമില്ല, നമുക്ക് ഈ
എടാ ഗൈസ് ഞാൻ വന്നത് ആ പാലവക്കര ഈ വഴിയാണ് ഞാൻ വന്നത് പോക്കുക. ഞാൻ ഈ പെങ്ങളെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്, അതിലെ വഴി പോകുന്നത്. പക്ഷെ അതല്ല പ്രത്യേകത, ഞാൻ ആദ്യമായിട്ട് ഒരു സ്രാങ്കിന് ഇത്രയും സസ്പെൻഷനുള്ള സീറ്റ് കാണുന്നത്. പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചാന്ന് തോന്നുന്നത്. അത്രയും ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാങ്കിന് വൻ സെറ്റപ്പുള്ള സ്രാങ്കാണ്, അത് കാരണം ഇത്രയും വലിയ സീറ്റ് കൊടുക്കുന്ന പറഞ്ഞത്. പൊന്നുമ്മലോട് തൊട്ട് സ്രാങ്കാന്ന് പറയണം. എന്നിട്ട് അതിനൊരു ഡ്രിഫ്റ്റിംഗ് ഒന്നും കാണില്ല. അവിടെ മറ്റേ ഇച്ചിരി മുമ്പ് നമ്മൾ കഞ്ഞിവെള്ളം മയക്കാൻ നിർത്തി ചെറിയൊരു ഡ്രിഫ്റ്റ് കാണിച്ചിരുന്നു. പക്ഷെ അത് ഇതിനകത്ത് നമുക്ക് അകത്തുനിന്ന് ഫീൽ ചെയ്യാൻ പറ്റുക ഒരു കറക്കമായിരുന്നു ഉള്ള ടോക്കിയോ ഡ്രിഫ്റ്റാ. നമ്മൾ നേരത്തെ നിർത്തിയ സ്ഥലത്ത് നമുക്ക് കഞ്ഞിവെള്ളം കിട്ടിയില്ല, അത് കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് കഞ്ഞിവെള്ളം വാങ്ങിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ. കഞ്ചിവെള്ളം കുറച്ച് കുടിച്ചിട്ട് വരാം. ആ താളം കണ്ടോ? കിട്ടി ആ താളം. ഇത് ഭ്രാന്തനാടാ ഇത്. അജ്മലിക്ക അയ്യോ ഇവിടെ ചത്തുപോയി അമ്മേ. അജ്മലിക്ക വിളിച്ചാ വെള്ളത്തിന് മീനെ പുറത്തേക്കിടില്ലേ അതൊക്കെ ഏതായിരിക്കും പോയി. അയ്യോ അതവിടെ ഇപ്പണ്ടാ. അജ്മലൊക്കെ നിനക്ക് എന്തെങ്കിലും ചൈൽഡ്ഹുഡ് എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടോ? ആണോ? ഞാനിവിടെ കൊച്ചി വന്നതിന് ശേഷം കുട്ടി എന്ന് പറയുന്നത് നാടുകൾ പരിചയപ്പെട്ട് കേറി പിടിച്ചു. അതിനിടക്ക് കപ്പറന്നില്ലാണ്. അതോടെ ഏറ്റവും വലിയ കോമഡി എന്നറിയോ, അതിനിടക്ക് അതിനിടക്കും മുടി, അതിനിടക്കും കപ്പോറ. ഇങ്ങനല്ല ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ അജ്മലക്ക് ഫാൻസ് അസോസിയേഷൻ ഉണ്ട്? പൊക്കോണ അജ്മലക്ക് ഫാൻസ് ഒക്കെ കൊള്ളാം. സംഭവം നൈസായിട്ടുണ്ട്. എന്നല്ല ഇപ്പൊ പൊക്കത്തിരുന്ന് നമ്മളിപ്പോൾ റൂമിൽ നിന്നിരുന്ന് ഇനിയൊരു ഏകദേശം ഒരു 2 മണി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും സൈഡിലെടുത്ത് നല്ല തണലുള്ള സൈഡ് അടുപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്കും ലഞ്ചിനുള്ള സമയം. അപ്പൊ നമ്മൾ വന്ന് കയറിയപ്പോ തന്നെ സ്മെല്ലടിച്ചിട്ട് ഇവിടെ മായനൊക്കെ ഫുഡ് എപ്പോഴാന്ന് ചോദിച്ചോണ്ടിരിക്കും. ചക്കിക്കൊണ്ടിയാ കണ്ട അപ്പഴാ അതിന്റെ വിചാരങ്ങള്. ശരിക്കും നീ റിയൽ ലൈഫിൽ കിങ്ങിണിയാണോ? അതേ വരുന്നു കണ്ട നിത്തം പോലും ശാന്തപ്പെട്ട് ഹോമിയാണോ കയ്യച്ച ഹോമി? ഐസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് നിർത്തി സൈഡാക്കിയിട്ടുണ്ട്. അത് അങ്ങനെയുള്ളൂ. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് ഇല്ല ഫുഡ് റെഡി ആവുന്നുള്ളൂ. സൈഡാക്കി അപ്പൂരക്കുണ്ട്. അപ്പോൾ എൻ്റെ വീടാണ് ഈ ബൈക്ക് കാണുന്നത്. അപ്പം ഈ വീടും സ്ഥലവും കൊടുക്കാൻ പറ്റിയിരിക്കുക 4 കോടി രൂപ. നൈസ് കൊള്ളാം, നൈസ് പ്രോപ്പർട്ടി. നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റി ഇറങ്ങാൻ വെച്ചാൽ ഇത് കായൽ ഈ സൈഡ് നൈസ് പ്രോപ്പർട്ടി. നൈസ് കൊള്ളാം. ഇത് നമ്മൾ ഫുഡിന് വേണ്ടിയുള്ള ടൈമാണ്. ഇനിയിപ്പോൾ ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. കുറച്ച് മതി ഫുഡ് വരും. ഫുഡ് കഴിക്കുന്നു. ഇവിടെ കയറിയപ്പോൾ ഡെല്ലാണ് ഫുഡേ എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാൻ വന്നതിൻ്റെ സ്മെല്ലടിച്ചല്ലോ. കറിയുടെയൊക്കെ സ്മെല്ലടിച്ചിട്ട് സ്മെല്ലായിരുന്നു. പറയുമ്പോൾ തന്നെ വായി വെള്ളം പിന്നെ നൈസ്. എന്തായാലും ഫുഡ് കഴിക്കണം. ഫുഡ് റെഡിയാക്കിയിട്ട് അവർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം കൊള്ളാം കേട്ടോ. തൊട്ടടുത്ത് കായൽ റിസോർട്ടുകാർക്ക് എന്തെങ്കിലും കൊടുക്കാമെന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി.
നൈസായിരിക്കും. അത് നമ്മൾ അടുത്ത ഇനി ഒരിക്കലും വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ റിസോർട്ട് വല്ലതായിരിക്കും, അല്ലെങ്കിൽ വല്ല ട്രൈ ഡോക്കോ വല്ലതായിരിക്കും. ട്രൈ ഡോക്കിൻ്റെ ഹൗസ് ബോട്ടൊക്കെ റെഡിയാക്കുന്ന സ്ഥലമൊക്കെ ആയിരിക്കും. ഗൈസ് അങ്ങനെ നമ്മുടെ ബോട്ടൊക്കെ അടുപ്പിച്ച് ലഞ്ചിനുള്ള ടൈമായി. സ്മെല്ലടിച്ച് പോലെ തന്നെ. ആഹാ എന്നൊക്കെ എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് ഓരോ കരിമീൻ, ചിക്കൻ കറി, സാമ്പാർ, ചോറ്, പപ്പടം, സലാഡ്, പയറുതോരൻ, ഇത് അവിയൽ, നമ്മുടെ തോരൻ, ബീറ്റ്റൂട്ട്, പുളിശ്ശേരി, വെള്ളം. അതിന് നീയോ പാറു നീയോ വെള്ളം തന്നെ മായ നീയോ എല്ലാം കൂടെ വന്നിട്ട് മിക്സ് ആയിട്ട് ഒരു രക്ഷയില്ല. ഫുഡ് സ്മെല്ലടിച്ചിട്ട് നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് അതല്ല നല്ല സെറ്റല്ലേ ഈ കരിമീൻ വണ്ണക്സിട്ട് കാണിച്ചു തരാം. അന്നേരം കറക്റ്റ് അത് കരിമീൻ്റെ ചെറിയൊരു ആ കരിമീൻ കഴിക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ച് കഴിക്കണം. ആ മുള്ളുണ്ടേ എനിക്കിത് ഇത് നോക്കിയിട്ട് ഇത് ചെറിയ പീസ് ഇങ്ങനെ എടുത്തിട്ട് വയറിട്ടെ. ഇങ്ങോട്ട് പ്ലേറ്റ് ഉണ്ടോ അല്ലെങ്കിൽ വെട്ടുണ്ടല്ലോടാ. വെച്ചോ കുറച്ച് ചിക്കൻ കറി, കുറച്ച് ചിക്കൻ കറി എടുത്തിങ്ങനെ സൈഡിൽ വെക്കുക. സൈഡിൽ വെക്കുക. കുറച്ച് സലാഡ് എടുത്ത് വെക്കാം. ഈ ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് ഇങ്ങോട്ട് വെക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യാം. വെജിറ്റബിൾ ഇതിലോട്ട് മിക്സ് ചെയ്തിട്ട് കുട്ടി ഓക്കെ കുറച്ച് മോരും കുറച്ച് ബീറ്റ്റൂട്ട് കറി എടുത്തിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് മേടിച്ചിട്ട് സെറ്റ് ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. അതാണ് അത് സത്യം, അന്യായ സത്യം, അന്യായ സത്യം. ഫുഡ് തന്നെ നോക്കിയാ എന്റെ പാത്രം നോക്കിയാ ഫുൾ ഫിറ്റാ. ഈ ഓക്കെ ഓക്കെ നമ്മൾ കഴിച്ചിട്ട് കേട്ടെ. കഴിച്ചിട്ട് എത്ര കയറാം. പായസം ഉണ്ട് കേട്ടോ. അതെ പായസം ഉണ്ട്. ശരി അതെ ഗൈസ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അയ്യോ നടക്കാനും വരെ ഇരിക്കാനും വരെ ഏതെങ്കിലും ഒരു 2 സൈഡ് ഉറക്കിറോ വെള്ളത്തിൽ ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും മൂടിയിട്ടാൽ മതിയായിരുന്നു. അയ്യോ ഇനി എവിടെയും കിടന്ന് സീരിയസ്ലി ഉറങ്ങിപ്പോവും. ഏതെങ്കിലും സൈഡിൽ ഇച്ചിരി കാറ്റിട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. എങ്ങനെയുണ്ടാ ഫുഡ്? എങ്ങനെയുണ്ട് ഇപ്പോൾ വേറെ ഫുഡ്? എങ്ങനെയുണ്ട് വേറെ ഫുഡ്? അജുവരൊക്കെ ഫുഡ് എങ്ങനെ പയ്യല്ലേ വയറ് ടപ്പ. പായസവും കരിമീനും ഒന്നുകൂടി കിട്ടിയ അടിപൊളിയാവും. എനിക്ക് തൃപ്തിയാവും. അടിപൊളി ഫുഡ്. ഞാൻ പറഞ്ഞില്ല ഫുഡിൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഒരു യാതൊരുവിധ കോംപ്രമൈസ് ഇല്ല. അത് നല്ല ഫുഡായിരിക്കും തരുന്നത്. നല്ല ഫുഡേ തരത്തുള്ളൂ. അത് അത്രയേ ഉള്ളൂ. സോ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് പരിപാടി എന്ന് അറിയാതെ എവിടെയെങ്കിലും സൈഡിൽ കിടന്ന് ഉറങ്ങി പോകുന്നുള്ള നല്ല പേടിയുണ്ട്. നല്ല ഫുഡ് കേട്ടോ, ഒന്നും പറയാൻ നല്ല ഫുഡ്. പെർഫെക്റ്റ്. അത് കണ്ട നിങ്ങളാ കാണുന്ന സാധനം കണ്ട, അത് ആക്ച്വലി ബോട്ട് സർവീസ് എന്നൊക്കെ പരിപാടിയൊന്നുമല്ല. അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആൾക്കാർ ഇരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഒന്ന് കല്യാണ പരിപാടി എന്താണ്, അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയും ബോട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ സൈഡിൽ ഒതുക്കിയിടും. സൈഡിൽ ഒതുക്കിയിട്ട് അതിൻ്റെ അടുത്ത് ഫുഡ് കൊടുക്കും. നമ്മളവിടെയൊക്കെ പന്തലിടും പോലെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഉണ്ടാവേ അവിടെ നിന്ന് ആൾക്കാർ ഫുഡ് കഴിക്കുക കണ്ടാ. ആൾക്കാർ ഫുഡ് കഴിക്കുന്നില്ല. നമ്മുടെ പന്തലിടും പോലെ ഇവിടെ ബോട്ട് 3-4 ബോട്ട് ആൾക്കാർ എണ്ണനുസരിച്ചിട്ട് ബോട്ട് വന്നിട്ട് അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കും. കൊള്ളാമല്ലേ, നൈസ്. ഓരോരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഓരോരോ പരിപാടികൾ. അവർ ഫുഡ് കഴിക്കുക, അവർ ഫുഡ് കഴിക്കാൻ ആക്ച്വലി ഇത് പന്തലെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് സഞ്ചരിക്കുന്ന പന്തൽ. അതുകൊണ്ട് 2 ബോട്ട് അടുപ്പിച്ചുള്ളതാണ്. 2 ബോട്ട് അടുപ്പിച്ചുള്ളതാണ്. അപ്പോൾ 2 ബോട്ട് അടുപ്പിച്ചുള്ള വരുമ്പോഴത്തേക്കും അല്ല 2 അടുപ്പിച്ചുള്ളതാണ് അത്. ആ
അത് രണ്ടും ഒന്നിച്ച് ഇത് രണ്ടും ഒന്നിച്ച്. അപ്പോൾ കണ്ട മൊത്തം ആ 2 ബോട്ട് അടുപ്പിച്ച് അതിൻ്റെ പക്കത്ത് വാട്ടർ ടാങ്ക് കണ്ട് കഴുകാനുള്ള വാഷ് ബേസിനുണ്ട്, എല്ലാ സെറ്റപ്പുമായിട്ട് ഇങ്ങനെ വന്നിരിക്കും. കൊള്ളാം, നൈസ് പരിപാടി. ഞാനിത് ആദ്യമായിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ കുട്ടനാട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം കാണുന്നത്. ഇപ്പം ഓരോ സംഭവം വരുമ്പോഴത്തേക്ക് അല്ല റെസ്റ്റോറൻ്റ് ആണോ അത്, ഫാമിലി റെസ്റ്റോറൻ്റ് ആണത്. റെസ്റ്റോറൻറ്റ് കൊള്ളാം. റെസ്റ്റോറൻ്റൊക്കെ ഇപ്പോൾ ഈ സെറ്റപ്പ്, റെസ്റ്റോറൻറ്റ് ഈ സെറ്റപ്പൊക്കെ കല്യാണത്തിന് ഈ സെറ്റപ്പ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ എന്തായാലും കൊള്ളാം. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നോക്ക്, നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഒരു സാധനം വേണമെന്നുള്ള കേട്ടോ. നോക്കിയേ കിട്ടുന്ന വേറെ ലെവല് സാധനം. ഈ ഒരു ഫീലാണ് നമുക്ക് വേണ്ടത്. ആ ഫീൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. പക്ഷെ ആ സൈഡ് കോടമഞ്ഞ് പിടിച്ചിരിക്കുമ്പോഴല്ലേ മഴ വന്നിരിക്കണം. സീൻ വേറെ. അപ്പുറത്തെ ആ സൈഡുണ്ട്, ആ സൈഡ് മഴ, ഈ സൈഡ് മഴയില്ല. പക്ഷെ നമ്മൾ അങ്ങോട്ടൊക്കെ വെക്കണ്ടിരിക്കുക, ഇങ്ങോട്ടേക്ക് മഴ പെയ്യും. എനിക്ക് ആ മൊത്തം ഒരു പുകമയം പോലെ നിൽക്കണുണ്ട്. മഴയാണ് മഴ. അങ്ങോട്ടേക്ക് മഴയില്ലെന്നാ, അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പുറത്തെ കണ്ടമാണ്, കായലില്ല. ഓക്കെ, പക്ഷെ അത് ഇപ്പുറത്തേക്ക് വരുന്നില്ലടാ. ശ്രാങ്കെ പതിയെ പോയാ മതിയേ, മഴ കിട്ടണം. നമ്മളെ അന്യായ തകർപ്പായിരുന്നു. അയ്യോ വയ്യ, കുറെ നടക്ക ചേച്ചി കിടന്ന് അരങ്ങേണ്ടി ഇരുന്നതെന്ന് വയ്യ. പക്ഷെ നമ്മളെ വേറെ സംഭവം, നമ്മൾ പല ബ്ലോക്ക് കണ്ടിട്ടുണ്ട്. പക്ഷെ ബോട്ടുകൾ തമ്മിൽ ബ്ലോക്ക് ആകുന്ന അതിലാണ്. ഇത് ഫ്രണ്ടിൽ നിറച്ച് ബോട്ട് നോക്കിയേ, ബ്ലോക്കായി കിടക്കുന്നു. ഭയങ്കര ട്രാഫിക്, ബോട്ടിലുള്ള ട്രാഫിക്, മൈക്കോട്ട് ഒടുക്കത്തെ ട്രാഫിക്. അപ്പോൾ നമ്മളിപ്പം തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ അവിടെ ഒരു വീട്, അതൊക്കെ പണ്ടത്തെ മറ്റേ ഇത് വന്ന് വെള്ളപ്പൊക്കത്തിൽ വന്ന് പോയ വീടാന്ന് തോന്നുന്നു. അയ്യോ അതൊക്കെ പോയി. അപ്പം നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ വന്നിട്ട് പുന്നോടിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് മഴ അധികം കിട്ടിയില്ല, ചെറുതായിട്ട് കിട്ടിയില്ല, എന്തായാലും കുഴപ്പമില്ല, വൈബായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളുടെ വൈബ് ഭയങ്കരമായിട്ട് കൂടിയത്. നൈസായിരുന്നു, വളരെ ശരിയായിരുന്നു. എന്തായാലും നൈസ് പരിപാടിയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പണ്ട് പെങ്ങളുടെ വീഡിയോ വെച്ച് ഞാൻ പറഞ്ഞത് അടിയിൽ വെള്ളം കയറുന്നു പറഞ്ഞത്. കണ്ടത് ഞാൻ പറഞ്ഞോ, അവിടെ അടിയിൽ വെള്ളം നിൽക്കണോട്ടാ, കണ്ടാ. അപ്പോൾ അവർക്ക് വെള്ളം കയറുന്ന ഇഷ്യൂ വരത്തില്ല, അടിയിൽ നേരെ പൊക്കത്ത് നിൽക്കും. കണ്ടാ, അടിയിൽ മൊത്തം വെള്ളമാണ്. വെള്ളം ഈ മഴ സമയം വരുമ്പോഴത്തേക്കും വെള്ളം കയറത്തില്ല. കൊള്ളാം, തിങ്ക് നല്ല ബുദ്ധിപരമായ ഐഡിയാണ്. പിന്നെ നമ്മൾ തിരിച്ച് പുന്നോടിലേക്ക് പോകുന്നു. പുന്നോടെ ചെത്തുനിന്ന് നമ്മൾ നേരെ എന്താ പറയുക, അടുത്ത ട്രെയിൻ പിടിച്ച് നമ്മൾ എറണാകുളത്ത് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് ചായ സ്നാക്സും വരും, അത് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഐസ് ഇവിടുത്തെ ഞാൻ വേറെ കാര്യം പറയട്ടെ, നമ്മുടെ വിൻ്റർ ഫീൽ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, അവർ നമ്മുടെ രാജാക്കാട് റിസോർട്ടിൽ അതേ സെയിം ആൾക്കാരാണ് നമ്മുടെ ഇതും ചെയ്യുന്നത്. വിൻ്റർ ഫീൽ എന്ന് പറഞ്ഞ ലക്ഷറി ഹൗസ് ബോട്ടാണ് അവർക്കുള്ളത്. നിങ്ങൾ കണ്ടതല്ലേ റൂമും കാര്യങ്ങളൊക്കെ. പക്ഷേ ഹൗസ് ബോട്ടിനേക്കാളും കൂടുതലായിട്ട് അവർ എന്താ ചെയ്യുക, അവരുടെ സ്റ്റാഫാണ്, ശ്രാങ്കാണ്, എല്ലാവരും കുക്കാണ്, എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. എന്നൊക്കെ എന്ത് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു നോക്കിയത് ഭയങ്കരമായിട്ട് കമ്പനി, ഭയങ്കര കാര്യമൊക്കെയാണ്. സോ നിങ്ങൾ എന്തായാലും ആലപ്പുഴ എഴുതുന്നുണ്ടെങ്കിൽ വിൻ്റർ ഫീൽഡിലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. വിളിച്ച് സംസാരിച്ചാൽ മതി, സെറ്റായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ അത്രയും നല്ല എന്താ പറയുക, നന്നായിട്ട് അവർ നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആലപ്പുഴ വരുവാണെന്നുണ്ടെങ്കിൽ വിൻ്റർ ഫീൽഡ്, ഞാൻ ബാക്കി ഡീറ്റെയിൽസ്, അതായത് കോൺടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം വേണ്ടി ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്കും നൈസാണ്. എന്ന് വെച്ചാൽ ഞാൻ അവരുടെ സർവീസ് അനുഭവിച്ചുകൊണ്ട് പറയുന്നത്, വേറെ ഒന്നുമല്ല. എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണം, ചായ വേണോ, സ്നാക്സ് വേണോ, എന്ത് വേണം, അവിടെ നിർത്തണോ, ഇവിടെ നിർത്തണോ, അങ്ങനെ നിർത്തണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ച് നമ്മൾ അതേ വൈബ്, നമുക്ക് ഫുൾ ഫ്രീഡം ഓഫ് ഇതാണ് വന്നിരിക്കുന്നത്. നമുക്ക് എന്തിനാണ് വൈബ് പിടിക്കാൻ ഇതാക്കാം, എവിടെ നിർത്തണം, ഇവിടെ നിർത്താം, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. വളരെ നൈസാണ്. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്, വിൻ്റർ ഫീൽ ലക്ഷറി ഹൗസ് ബോട്ട്. നമ്മളപ്പം ചായക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. പുറകെ കാണുന്നത് നല്ല ബ്ലോക്കാണ്. നമ്മൾ പലതരം ട്രാഫിക് ബ്ലോക്ക് കണ്ടിട്ടുണ്ട്. ബോട്ടിൻ്റെ ട്രാഫിക് ബ്ലോക്ക് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. എല്ലാവരും ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് പോയി. അവിടെ എങ്ങനെയുണ്ടായിരുന്നു ഫുഡും ഇവരുടെ സർവീസും റൂമാണ് പാമ്പോ കിടിലൻ റൂം, ഒരു രക്ഷയില്ല. ലക്ഷറി ഫീലാണ്. സോ എന്തായാലും
ചായ വരാൻ നമ്മള് ഞാൻ തിരിച്ച് ഒട്ടും വിചാരിച്ചില്ല. നമുക്ക് ഹൗസ് ബോട്ട് നമ്മളൊരു മൈൻഡിൽ ഇതുണ്ടായിരുന്നു, അത്രയും കാണാത്ത ആ ഒരു ഇതായിരുന്നു നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്നത്. പക്ഷെ വന്നു കഴിയുമ്പോൾ ഞെട്ടി തെറിച്ച്. ഇനിയിപ്പോ എന്തിനു ചായ വരട്ടെ. ഓക്കെ അയ്യോ സ്രാങ്ക് പോയി. ഞാനാണ് എനിക്കറിയാൻ പറ്റേ സ്രാങ്ക് പോയി നടുക്കായലൊക്കെ സ്രാങ്ക് പോയി. വന്നിക്കോ തമിഴിൽ ഐസ്. അങ്ങനെ ചായ സ്നാക്സ് വന്നു. ആസ് യൂഷ്വൽ പഴംപൊരി ചായ ഉണ്ട്. പഴംപൊരി ചായ നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു ചായ കുടിക്കുക, ഒരു പഴംപൊരി കഴിക്കുക. ഒരു കളി ആഹാ ഒന്ന് ചായ കുടിയും പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സ്രാങ്കേ വിളിച്ച് സെറ്റാണ്. നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ റിസോർട്ട് വരുമ്പോൾ മീറ്റ് ചെയ്യണം. നല്ല സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പരിപാടിയെല്ലാം നമ്മൾ ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇത് സ്രാങ്ക് അതവൻ കിച്ചണിൽ അസിസ്റ്റൻ്റ് എൻജിൻ ഡ്രൈവർ പിന്നെ ഉള്ളവൻ ഉണ്ടായിരുന്നു. അതിൻ്റെ നിൽക്കണം മെയിൻ ആള് ഓൾറൗണ്ടർ എല്ലാം വിന്റർ ഫീൽഡിൻ്റെ എല്ലാ 3 സ്റ്റാഫുകളെല്ലാം ആണ്. എല്ലാവരും നല്ല പക്കയായിരുന്നു, അടിപൊളിയായിരുന്നു. പാടാ സ്റ്റാഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. പിന്നെ സ്രാങ്ക് നമുക്ക് ബോട്ട് എടുക്കുന്നപ്പോഴത്തേക്ക് ഇവിടെ നിർത്തി പിന്നെ പോയാൽ മതി, ഇവിടെ നിർത്തിയിട്ട് പിന്നെ പോയാൽ മതി. അവസാന നിമിഷം തന്നെ ഒരുങ്ങണം കേട്ടോ, പുറത്തോട്ട് ഇറങ്ങി ഒരുങ്ങാം. വാ ഷെഫേ, ഫുഡ് അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. നമ്മൾ തലച്ചം ഓക്കെ. അപ്പോൾ നമ്മുടെ ഹൗസ് ബോട്ട് ട്രിപ്പ് അവസാനിച്ചിട്ടുണ്ട്. സ്രാങ്ക് അപ്പോൾ പോണ്. സ്രാങ്കിനെ ഞങ്ങൾ മിസ് ചെയ്യും. സ്രാങ്കിനെ മാത്രമല്ല ബാക്കി എല്ലാവരും മിസ് ചെയ്യും. താങ്ക് യു ഞാൻ നേരത്തെ പറഞ്ഞു. താങ്ക് യു കൊടുത്തിട്ട് ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട്. സ്രാങ്കിന് പ്രത്യേകം മെൻഷൻ. അപ്പം നിങ്ങളും ആലപ്പുഴ വരുമ്പോഴത്തേക്കും ചെക്ക് ചെയ്യാൻ പറ്റുക വിന്റർ ഫീൽഡ് ലക്ഷറി ഹൗസ് ബോട്ട്. നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ. നമ്മളെല്ലാവരും എനർജി പറയില്ല, ഉറക്കം നോക്കിയിരിക്കുന്നത് ഗ്യാരണ്ടിയാണ്. അപ്പം കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ബാക്കി ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എടുത്ത് ചെക്കിട്ടോ. നിങ്ങൾക്ക് ഞാൻ ഉള്ള കാര്യം പറയുകയാണ്, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ 100% സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഉറപ്പ് പറയണം. പക്ഷേ അത്രയും നന്നായിട്ട് നമ്മൾ അവർ നോക്കിയത്. അപ്പം ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും എല്ലാവരും ഒരുമിച്ച് പോകണം. വണക്കം.